ഹായ് ഫ്രണ്ട്സ്, LCM HCF എന്നുള്ള ടോപ്പിക്കിലെ LCM എന്നുള്ള ടോപ്പിക്കാണ് ഈ ഒരു സെഷനിൽ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ LCM നോർമലി കേരള PSCയുടെ സിലബസിലുള്ള ടോപ്പിക്കാണ് LCM അല്ലെങ്കിൽ ലസാഗു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കാറുണ്ടെന്ന് വെച്ചാൽ പല ടൈപ്പായിട്ട്, ചിലത് ആപ്ലിക്കേഷനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും അതിൻ്റെ എല്ലാ മോഡൽസും എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒറ്റ വീഡിയോയിൽ ഫുള്ളായിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് LCM എന്ന് നോക്കാം. LCM എന്നാൽ ഒരു കൂട്ടം സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ സംഖ്യയാണ് എന്ത് LCM എന്ന് പറയുന്നത് കേട്ടോ. ഒരു കൂട്ട സംഖ്യകൾ കൊണ്ട് ഇപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ 2, 4, 6 ഒരു കൂട്ട സംഖ്യയല്ലോ. ഈ ഒരു കൂട്ട സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതായത് ഈ 2 കൊണ്ടും 4 കൊണ്ടോ 6 കൊണ്ടോ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നുള്ളത് നോക്കുന്നത്. അതേതാ വരിക? 12 വരിക അല്ലേ. 12 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 6 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ 12 താഴെ ആ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഇല്ല. അതുകൊണ്ടാണ് 12 എന്തായിട്ട് വരുന്നത്? ലസാഗു അല്ലെങ്കിൽ LCM ആയിട്ട് വരുന്നത്. ഏതിൻ്റെ? 2, 4, 6. അപ്പോൾ ഇനി ലസാഗു കണ്ടെത്തേണ്ട സംഖ്യകൾ, ഇതിലൊരു ട്രിക്ക് ഉണ്ട്. ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ലസാഗു കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക, അതോ അതിൻ്റെ മൾട്ടിപ്പിളോ എടുത്താൽ എന്ത് ചെയ്യും? നമുക്ക് ലസാഗു അല്ലെങ്കിൽ LCM കണ്ടെത്താൻ പെട്ടെന്ന് കഴിയും. അതായത് 6 എടുക്കുക, 6 എടുത്തതിന് ശേഷം അതിൻ്റെ മൾട്ടിപ്പിൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇപ്പോൾ 6നെ കൊണ്ട് 6നെ 2 കൊണ്ടും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ 6 തന്നെയായിരിക്കും എന്ത് വരുന്നത്? ലസാഗു ആയിട്ട് വരുന്നത്. ആ വലിയ സംഖ്യ തന്നെയായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ലസാഗു കണ്ടെത്തേണ്ട സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യയെ മറ്റെല്ലാ സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ലസാഗു എന്ത് തന്നെയായിരിക്കും? ആ വലിയ സംഖ്യ തന്നെയായിരിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 2, 3 എന്താണ് 12, ഇതിൻ്റെ ലസാഗുവാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കും. 2, 3, 12 ഏറ്റവും വലിയ സംഖ്യ ഏതാ? 12 ആണ്. ആ 12നെ 2 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ മറ്റുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതുകൊണ്ട് 12 തന്നെയാണ് എന്ത് ഈ 2, 3, 12ന്റെ ലസാഗു എന്ന് പറയുന്നത്. ഇനി അടുത്തത് 7, 9 എന്നീ സംഖ്യയുടെ ലസാഗു ഏത്? അപ്പോൾ നോർമലി ലസാഗു കണ്ടെത്തുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. 7, 9 എടുക്കുക, അതിനെ ഘടകക്രിയ ചെയ്യുക. അതായത് 3, 4, 5 നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മിനിമം 2 നമ്പേഴ്സിലെങ്കിലും എന്ത് ചെയ്യണം? അത് പോകുന്ന നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇവിടെ 7 ആണെങ്കിലും 9 ആണെങ്കിലും കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ, ഇതിനെ ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ലസാഗു എന്ന് പറയുന്നത് 7 × 9 എത്രയാണ്? 63 ആയിരിക്കും ഇതിൻ്റെ ലസാഗു എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 6, 15, 24 എന്നീ സംഖ്യയുടെ ലസാഗു. സോ ഞാൻ 6, 15, 24 എഴുതി. ഓക്കെ. ഇനി അതിനെന്ത് ചെയ്യാണ്? 2 കൊണ്ടായിരിക്കുവാണ്. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചാൽ 6നെ 2 കൊണ്ടായിരിക്കാം 3 കിട്ടും. 15നെ ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് 15 തന്നെ എഴുതി. 24 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഇനി അടുത്ത കേസിലോ 3 പോവും അല്ലേ. 2 കൊണ്ട് ഇനി ഹരിക്കാൻ പറ്റില്ല. കോമൺ 2 ഹരിക്കാൻ പറ്റുന്ന 2 സംഖ്യകളില്ലല്ലോ, മിനിമം 2 എണ്ണം പോകണം കേട്ടോ. അപ്പോൾ 3, 15, 12 ഞാൻ 3 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് 3ന് 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇതിൽ കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി എല്ലാം പുറത്ത് എഴുതിയിരിക്കുന്ന എല്ലാ സംഖ്യകളും തമ്മിൽ ഗുണിക്കുക. അതായത് 2 × 3 6, 6 × 1 6, 6 × 5 30, 30 × 4 120. അപ്പോൾ 120 ആണ് എന്ത് ഈ 6, 15, 24ന്റെ ലസാഗു എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് 120 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. എങ്ങനെ ഉള്ള ചെറിയ സംഖ്യ? 6 കൊണ്ടും 15 കൊണ്ടും 24 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നുള്ളത് ഏതാണ്? 120 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു മോഡലാണ് LCMലെ രണ്ടാമത്തെ ഒരു മോഡലാണ് പറയാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് LCM കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇനി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലോ ഇങ്ങനെ. അതായത് 2 അതിലധികമോ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ എന്നിങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM അല്ലെങ്കിൽ ലസാഗു കണ്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യാം? ആ ശിഷ്ട അങ്ങ് അതിനോട് കൂട്ടുക. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? എന്താ? ഒരേ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? LCM കണ്ടെത്തിയിട്ട് ആ ശിഷ്ടം അതിനോട് കൂട്ടുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്കിതിൽ. ഇപ്പോൾ 12, 14, 16 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ ഫസ്റ്റ് 12, 14, 16 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുവാണ്. അപ്പോൾ 2 കൊണ്ടാണെങ്കിൽ ഇവിടെ 6, 7, 8 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഹരിക്കാമല്ലോ. 2 കൊണ്ട് ഹരിച്ചാൽ 3, 7, 4 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നും ഇല്ല. ഏതാ? 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ 2 മൾട്ടിപ്പിൾ ചെയ്താൽ 4, 4 × 3 12, 12 × 4, 12 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 24, 48 വരും. ഇനി 48 × 7 ആണ് ചെയ്യുന്നത്. അതായത് പുറത്തുള്ള എല്ലാ സംഖ്യകളും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 48 × 7 ചെയ്യുമ്പോൾ 7 × 8 56, 5 ബാക്കി 4, 7, 28, 3, 28, 5 33 വരും. അപ്പം 336 ആണ്
ഈ സംഖ്യകളുടെ LCM കിട്ടുക. പക്ഷെ നമുക്ക് LCM അല്ലല്ലോ ആൻസർ ആയിട്ട് വരിക. LCMനോട് ഏത് കൂടി കൂട്ടണം? ഈ ശിഷ്ടമായിട്ടുള്ള 3 കൂടി കൂട്ടണം. സോ 336 + 3 ചെയ്താൽ എത്ര കിട്ടും? 339 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഓർമ്മിക്കണേ, അതായത് ഒരേ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? LCM കണ്ടുപിടിച്ചതിന് ശേഷം ആ ശിഷ്ടം എന്ത് ചെയ്യുക? അതിനോട് കൂട്ടുക. അതായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത രണ്ടാമത്തെ വേറൊരു മോഡലാണ് കേട്ടോ. ഇത് മൂന്നാമത്തെ മോഡലായി. അപ്പോൾ മൂന്നാമത്തെ മോഡൽ എന്ന് വെച്ചാൽ മൂന്നാമത്തെ ടൈപ്പായി. അപ്പോൾ ഇത് ഒരു ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ശിഷ്ടങ്ങൾ വ്യത്യസ്തമായ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ തന്നിരിക്കുന്ന സംഖ്യയും അവയുടെ ശിഷ്ടവും തമ്മിലുള്ള പൊതുവെ വ്യത്യാസം എന്ത് ചെയ്യുക? കണ്ടെത്തി സംഖ്യകളുടെ LCMൽ നിന്ന് കുറക്കുക. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ പൊതുവ്യത്യാസം വരുന്നതിൽ എന്താ ചെയ്യേണ്ടത്? LCM കണ്ടിട്ട് ആ പൊതുവ്യത്യാസം കുറക്കുകയാണ് വേണ്ടത്. നേരത്തെ എന്തായിരുന്നു? ശിഷ്ടം കൂട്ടുകയല്ല ചെയ്തത്. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കുറക്കുകയാണ് ചെയ്യേണ്ടത് LCM കണ്ടിട്ട്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വൃത്തിക്ക് മനസ്സിലാവും. ഇപ്പം നോക്കി, ഇവിടെ 4, 5, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 3, 4, 7, 8 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്, ഇപ്പം 4ഉം അടുത്ത 3 എടുക്കുക. അതിൻ്റെ പൊതുവായിട്ടുള്ള വ്യത്യാസം എത്രയാണ്? 1 അല്ലെ? 4ന് 3 കുറച്ച് 1 അല്ല. അതേപോലെ തന്നെ എടുത്ത് നോക്കുക 5. 5ഉം 4ഉം എടുത്താലോ വ്യത്യാസം 1 ആയിരിക്കും. 8ഉം 7ഉം എടുത്താലോ വ്യത്യാസം 1. 9ഉം 8ഉം എടുത്താലോ വ്യത്യാസം 1. അങ്ങനെ വ്യത്യാസം പൊതുവായിരിക്കും. ഇവിടെ ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യനിലൊക്കെ പൊതുവായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാവും. പൊതുവ്യത്യാസം എവിടെ എത്രയാണ്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പം നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതിൻ്റെ LCM കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? അതായത് ഏതിൻ്റെ LCM കണ്ടുപിടിക്കണോ? 4, 5, 8, 9ൻ്റെ LCM കണ്ടിട്ട് ആ പൊതുവ്യത്യാസം അതിൽ നിന്ന് കുറച്ച് കാണണം. അപ്പം ഞാൻ 4, 5, 8, 9ൻ്റെ LCM കാണാൻ പോകണേ. അപ്പോൾ അത് 2 കൊണ്ടായിരിക്കാമല്ലോ. 2 കൊണ്ടരിച്ചാൽ 4 എത്രയാവും? ഇവിടെ 2 ആവും. 5, 4, 9 എന്ന് കിട്ടും. ഇനി അടുത്ത വീണ്ടും ഞാൻ 2 കൊണ്ടായിരിക്കാണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1, 5, അതേപോലെ 2, 9. ഇനി കോമൺ ആയിട്ടായിരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി ഗുണിക്കുവാണ്. അപ്പോൾ 2 × 2 4, 4 × 5 20, 20 × 2 40, 40 × 9 എന്ന് പറയുമ്പോൾ എത്ര വരും? 40 × 9 എന്ന് വെച്ചാൽ 4 × 9 ആണ്. 9, 18, 20, 36, 360 എന്ന് വരും. അപ്പോൾ 360 ആണോ നമ്മുടെ ആൻസർ? അല്ല. 360ൽ നിന്ന് എന്ത് ചെയ്യണം? ആ പൊതുവ്യത്യാസം 1 കുറക്കണം. അപ്പോൾ 360ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 359 കിട്ടും. 359 ആണ് ആൻസർ ആയിട്ട് വരിക. യെസ്. ഇനി ലസാഗുവിലെ അടുത്തൊരു മോഡലാണ് ഈ ഒരു ടൈപ്പ് കേട്ടോ. ഈ ഒരു ടൈപ്പിൽ വരുന്നതിൽ നോക്കിക്കോളെ, എന്താ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 9, 12, 15 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 അലാറം ക്ലോക്കുകൾ 9:35 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം ഏത് സമയത്താണ് അടുത്ത ഇനി ശബ്ദിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് വരിക എന്നുള്ള രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്ത് കണ്ടിട്ടായിരിക്കും? LCM അല്ലെങ്കിൽ ലസാഗോ കണ്ടിട്ടായിരിക്കും സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എപ്പോഴും ഇതേ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒന്ന് അലാറം ക്ലോക്കുകൾ, പിന്നെ വരുന്നത് ട്രാഫിക് സിഗ്നലുകൾ കേട്ടോ. ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ട്രാഫിക് സിഗ്നലുകൾ, അലാറം ക്ലോക്കുകൾ, അതേപോലെ ഒരുമിച്ച് വരുന്ന എന്തെങ്കിലും ഒരു ഇത് മനസ്സിലല്ലേ? ആ ഒരു ടൈപ്പ്. ഇപ്പോൾ ബെല്ല്, പള്ളിമണി, അതൊക്കെ അടുത്ത് ചോദിക്കാറുണ്ട്. പള്ളിമണി മുഴങ്ങുന്നത്, ആ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ LCM വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 9, 12, 15 ഈ ക്വസ്റ്റ്യനിൽ 9, 12, 15 എന്ത് ചെയ്യുക? LCM കാണാം. അത് സെക്കൻഡാണ്. അപ്പോൾ ഇതിൻ്റെ LCM കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് 3 കൊണ്ടായിരിക്കാം അല്ലേ? 3 കൊണ്ടായിരിച്ചാൽ ഇവിടെ 9ന് 3 കൊണ്ടായിരിച്ചാൽ 3, 12ന് അരിച്ചാൽ 4, 15ന് അരിച്ചാൽ 5 എന്ന് കിട്ടും. ഇനി ഇതിലരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നും ഇല്ലല്ലോ, കോമൺ ആയിട്ട് പോകുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഗുണിക്കുവാണ്. അപ്പോൾ 3 × 3 9, 9 × 4 × 5 എത്രയാണ്? 20. അപ്പോൾ 9 × 20 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 180 എന്ന് കിട്ടും. അതായത് 150 സെക്കൻഡ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഇവർ ഒന്നിച്ചിട്ട് അടുത്ത അലാറം ക്ലോക്ക് അടിക്കും. അപ്പോൾ 150 സെക്കൻഡ് എന്ന് വെച്ചാൽ എത്ര മിനിറ്റാണ്? 150നെ എത്ര ചെയ്താൽ മതി? 60 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 3 മിനിറ്റാണ്. അതായത് ഈ ടൈം കഴിഞ്ഞിട്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഒന്നിച്ചിട്ട് ശബ്ദിക്കാൻ തുടങ്ങും. അതായത് 9:35 കഴിഞ്ഞിട്ട് 3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എത്ര ടൈം? 9:38 ആണ്. ഇപ്പോൾ 9:38 എന്ത് ചെയ്യും? ഇത് വീണ്ടും ഒന്നിച്ചിട്ട് അടിയാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? ക്ലോക്ക്, അതേപോലെ എന്താണ് ട്രാഫിക് സിഗ്നൽ, പള്ളിമണി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? ഒരുമിച്ച് അടുത്ത എപ്പോഴാണ് വരിക എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ LCM ആണ് കാണേണ്ടത്. ഇനി അടുത്തത് ദശാംശ സംഖ്യകളുടെ LCM അല്ലെങ്കിൽ ലസാഗു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്ന് പറഞ്ഞുതരാം. അതല്ല നല്ലത്. ഇപ്പോൾ ഇവിടെ നോക്കി 1.5, അതേപോലെ 3.5, അതേപോലെ 4.5 എന്നീ സംഖ്യയുടെ ലസാഗു കണ്ടെത്തണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലിപ്പം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ ഇതിൻ്റെ ഒക്കെ എന്ത് ചെയ്യും? പോയിന്റ് അങ്ങ് ഒഴിവാകും അല്ലേ? ഡെസിമൽ പോയിന്റ് ഒഴിവാകുമല്ലോ.
ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യ ഇതിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സംഖ്യയിലും ഏതുകൊണ്ട് ഗുണിക്കേണ്ടി വരും? 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പം ഞാൻ ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അതുകൊണ്ട് 10 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 15 എന്നാവും ഇത്. അതേപോലെ ഇത് 35 എന്നാവും, ഇത് 45 എന്നാവും. ഇനി ഇതിൻ്റെ എന്ത് കാണാം? അതായത് 15, 35, 45 ഈ സംഖ്യയുടെ LCM അല്ലെങ്കിൽ ലസാഗു കണ്ടുപിടിക്കുക. അപ്പോൾ LCM ലസാഗു കണ്ടുപിടിക്കുക. ഞാൻ 3 കൊണ്ടായിരിക്കും. 3 കൊണ്ടായിരിക്കുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 5 കിട്ടും. ഇവിടെ 3 കറക്റ്റായിട്ട് പോലെ, അപ്പോൾ 35 തന്നെയാണ്. ഇവിടെ 3 കൊണ്ടായിരിക്കും 15. ഇനി ഞാൻ 5 കൊണ്ടായിരിക്കണം. 5 കൊണ്ടായിരിക്കും ഇവിടെ 1, ഇവിടെ 7 വരും, ഇവിടെ 3 വരും. കഴിഞ്ഞല്ലോ. ഇനി 3 × 15, 3 × 5 15, 15 × 3 45, 45 × 7 എത്ര ഉണ്ടാവും? 45 × 7 എന്ന് പറയുമ്പോൾ 7 × 35, 3 ബാക്കി ഉണ്ടാവും. 7 4 28 3 31. അപ്പോൾ 315 ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ LCM വരുന്നത് എത്രയാണ്? 315 ഇതിൻ്റെ LCM വരുന്നത്. പക്ഷെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ഇനി എന്ത് ചെയ്യരുത്? 10 കൊണ്ട് ആ 10 കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? തിരിച്ച് ഇങ്ങോട്ടേക്ക് ഹരിച്ചിട്ട് ചെയ്യണം. അപ്പോൾ 10 കൊണ്ട് ഞാൻ ഹരിച്ചു കഴിഞ്ഞാൽ ഇതിനെ 10 കൊണ്ട് ഗുണിച്ചതല്ലേ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടാൻ ഇനി 10 കൊണ്ട് ഹരിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 315 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് 31.5 കിട്ടും. അപ്പോൾ 31.5 ഇതിൻ്റെ ലസാഗു അല്ലെങ്കിൽ LCM എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതിലെ ലാസ്റ്റ് ഒരു മോഡലാണ് കേട്ടോ. LCMലെ അഭാജ്യ ഘടകങ്ങളുടെ ലസാഗു കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്താണ് അഭാജ്യ ഘടകങ്ങൾ? അതായത് അഭാജ്യ സംഖ്യകളായിട്ട് അതിനെ എഴുതും. അപ്പോൾ ഒരു സംഖ്യ എല്ലാ സംഖ്യയിലും നമുക്ക് അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതിയാൽ അതിൻ്റെ ലസാഗു, അങ്ങനെ എഴുതിയിട്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലസാഗു അല്ലെങ്കിൽ LCM ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിലെല്ലാം ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങൾ എല്ലാ ആധാര സംഖ്യകളിലും തന്നിരിക്കുന്ന എല്ലാ ആധാര സംഖ്യകളും എടുക്കുക. അവയുടെ ഏറ്റവും വലിയ കൃതികളും എന്ത് ചെയ്യുക? ഗുണനമായിട്ട് എഴുതിയാൽ എന്താവും? നമുക്കതിൻ്റെ LCM കിട്ടും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ വ്യക്തമാവും. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് നോക്കാം, താഴെയുള്ള എക്സാമ്പിൾ ആയിക്കോട്ടെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ 2 × 3² × 5² × 7 അതൊരു സംഖ്യയാണ് കേട്ടോ. ഇവിടെ ഒരു കോമ ഉണ്ട്. 2 ക്യൂബ് 3 ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്. അതേപോലെ അങ്ങനെ 3 സംഖ്യകൾ തന്നിട്ട് ഇവയുടെ ലസാഗു ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ആധാര സംഖ്യകളും എടുക്കണം. ആധാര സംഖ്യ എന്ന് വെച്ചാൽ താഴെയുള്ള 2 3 5 7 അതാണ് ഇവിടുത്തെ ആധാര സംഖ്യ. അതായത് 2 3 5 7 ഈ 2 3 5 7 എല്ലാ ആധാര സംഖ്യകളും എടുക്കുക. അങ്ങനെ എല്ലാ ആധാര സംഖ്യകളും എടുത്തിട്ട് ഏറ്റവും വലിയ കൃതി എഴുതണം. അതിൽ ഏറ്റവും വലിയ കൃതി ഏതാണോ വരുന്നത്. അപ്പോൾ 2 ഞാൻ എടുക്കുമ്പോൾ ഇവിടെ 2 മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ഏതാ? 2 ക്യൂബ് അല്ലേ. ഇപ്പോൾ 2 ക്യൂബ് ഇൻറ്റു അടുത്ത 3 എടുത്താലോ, ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, ഇവിടെ 3 മാത്രമേ ഉള്ളൂ, ഇവിടെ 3 ക്യൂബ് ഉണ്ട്. അപ്പോൾ ഏറ്റവും വലുത് ഏതാ? 3 ക്യൂബാണ്. ഇനി അടുത്തത് 5 സ്ക്വയർ ഉണ്ട്, 5⁻4 ഉണ്ട്, 5 സ്ക്വയർ ഉണ്ട്, 5⁻4 ഏറ്റവും വലുത്. അടുത്ത 7 എടുക്കുകയാണെങ്കിൽ 7 ഉണ്ട്, 7 സ്ക്വയർ ഉണ്ട്, അപ്പോൾ 7 സ്ക്വയറാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇതിൽ 2 ക്യൂബിൻ്റെ 3 ക്യൂബിൻ്റെ 5⁻4 × 7 സ്ക്വയർ ആയിക്ക് വരുന്നത് ഇതിൻ്റെ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. അപ്പോൾ ഇതേത് ഓപ്ഷനിൽ വരുന്നത്? ഇത് ഓപ്ഷനിൽ വരുന്നത് ഇതാണല്ലേ, 2 ക്യൂബ് ഇൻറ്റു ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ആൻസർ A ആണ്. 2 ക്യൂബിൻ്റെ 3 ക്യൂബിൻ്റെ 5⁻4 × 7 സ്ക്വയർ. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്തു. അപ്പോൾ ഇത്രയാണ് ഈ LCM അല്ലെങ്കിൽ ലസാഗുവിലെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന മോഡൽസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ LCM ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം? ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇനി അടുത്ത ടോപ്പിക് വരുന്നത് HCF ആണ്. HCF എന്നുള്ള ടോപ്പിക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.